വോട്ടുകൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപക പ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ട് ചോരി യാത്രയ്ക്ക് കഴിഞ്ഞ ശേഷം അടുത്ത ഘട്ട പ്രചാരണത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യമൊട്ടാകെയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യവ്യാപക ഒപ്പ് ശേഖരണ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകുകയാണ്. ഇന്ത്യയിലുടനീളം 5 കോടി ഒപ്പുകൾ ശേഖരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഒപ്പുകൾ രാഷ്ട്രപതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമർപ്പിക്കുകയാണ് ലക്ഷ്യം. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, അടുത്ത ഘട്ട പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ വോട്ട് ശേഖരണമാണ് ഇക്കുറി ലക്ഷ്യം. ജിൽസി, തീർച്ചയായിട്ടും എന്തായാലും വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട പ്രചാരണത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും 5 കോടി, രാജ്യത്താകമാനമായി 5 കോടി വോട്ടർമാരുടെ ഒപ്പ് ശേഖരിച്ചത് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെയും സംയുക്തമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് വോട്ട് ചോരി ആരോപണം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പ് ശേഖരണ പരിപാടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് ഇന്ന് മുതൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ അടുത്ത മാസം 15-ാം തീയതി വരെയാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ വലിയ ക്യാമ്പയിനുകളും റാലികളും യോഗങ്ങളും ഒക്കെയും സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസിന് മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാലികൾ, അതോടൊപ്പം തന്നെ പൊതുയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി തന്നെ 5 കോടി വോട്ടർമാരുടെ ഒപ്പ് ശേഖരിക്കുക, അതിനുശേഷം അത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം രാഷ്ട്രപതിക്കും നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ അതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിന്മേൽ യാതൊരു പ്രതികരണവുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രതിഷേധവുമായി ആളിക്കെത്തിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. അതുമായി ബന്ധപ്പെട്ടാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒപ്പ്